Hi dear students, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to learn the continuation of our fourth chapter. Title of fourth chapter, that is By the Hands of Nature. Our topic, that is landform created by underground water. ഭൂഗർഭ ജലത്തിന്റെ പ്രവർത്തന ഫലമായി ഭൂമിയിൽ ഉണ്ടാവുന്ന ഭൂരൂപങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോക്ക് ലൈക്ക് ലൈംസ്റ്റോൺ ഈസിലി ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ വിച്ച് പെർക്കൊലേറ്റ് ടു ഫോം അണ്ടർഗ്രൗണ്ട് വാട്ടർ. എന്ന് വെച്ചാലേ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം, ചുണ്ണാമ്പുകല്ല്, അതാണ് ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ലൈംസ്റ്റോൺ പോലുള്ള ശിലകളിൽ പതിക്കുമ്പം വളരെ എളുപ്പത്തിൽ അത് ജലത്തിൽ ലയിക്കുകയാണ്. Hence, the erosional and depositional landform of underground water are mainly confined to limestone region. അതിൻ്റെ ഫലമായിട്ട് ഭൂഗർഭജലത്തിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ പ്രധാനമായിട്ടും ലൈംസ്റ്റോണുള്ള പ്രദേശങ്ങളിലാണ് ഉണ്ടാവുക. സച്ച് ലാൻഡ്ഫോം ഫീച്ചേഴ്സ് ആർ ജനറലി കോൾഡ് കാർസ്റ്റ് ടോപ്പോഗ്രഫി. ഇത്തരം ഭൂസവിശേഷതകളെ പൊതുവെ പറയുന്ന പേരാണ് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് വെച്ചാലേ ദെൻ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ്ഫോം ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ മെയിൻലി ഫോംഡ് ഇൻ ദി ലൈംസ്റ്റോൺ റീജിയൻ. Such features are called karst topography. Next, our important topic, that is stalagmite and stalactite. ഭൂഗർഭജലത്തിൻ്റെ പ്രവർത്തന ഫലമായി ചുണ്ണാമ്പ് ഗുഹകളിലുണ്ടാകുന്ന ലൈംസ്റ്റോൺ കേവ്സിലുണ്ടാവുന്ന ഭൂരൂപങ്ങളാണ് ഇത്. നോക്കാം. ഫസ്റ്റ് അവർ ടോപ്പിക്, that is stalactite. The water with a dissolved limestone drip from the roof of caves. ജലവുമായി അലിഞ്ഞു ചേർന്ന് ഈ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കുരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായി വീഴാണ്. എ പോർഷൻ ഓഫ് ദസ് മിക്സ്ചർ റിമെയിൻ ഓൺ ദ റൂഫ് ഓഫ് ദ കേവ് ഇറ്റ് സെൽഫ്. ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിൻ്റെ കുറച്ച് ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. This deposit of lime grow upside down. Due to this long continued process, they are called stalactite. എന്ന് വെച്ചാലേ ഏറെക്കാലം ഈ പ്രവർത്തനം തുടരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ചുണ്ണാമ്പ് നിക്ഷേപ ഭൂരൂപങ്ങൾ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഈ ഭൂരൂപങ്ങളെയാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാലേ എ ടൈപ്പ് ഓഫ് ഫോർമേഷൻ ദാറ്റ് ഹാങ് ഫ്രം ദി സീലിംഗ് ഓഫ് കേവ്. These are called stalactite. Next, what is stalagmite? നോക്കാം. The deposit of lime on the floor of the cave also grows upward as a result of the deposition from above. എന്ന് വെച്ചാലേ ഗുഹയുടെ മേൽക്കുരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ലൈംസ്റ്റോണിൻ്റെ മിക്സ്ചർ ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പം അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. These are called stalagmite. എന്ന് വെച്ചാൽ the type of rock formation that rises from the floor of a cave due to the accumulation of material deposited. These are called stalagmite. മനസ്സിലായോ? താഴെ നിന്ന് മുകളിലേക്ക് നിൽക്കുന്ന രൂപം. Sometime the stalagmite and stalactite merge together, means join together. These are called limestone pillar. സ്റ്റാലഗ്മൈറ്റും സ്റ്റാലക്ടൈറ്റും ഒന്നിച്ചു ചേർന്നാൽ അറിയപ്പെടുന്നത് ലൈംസ്റ്റോൺ പില്ലർ എന്നാണ്. ലൈംസ്റ്റോൺ കേവ്സ് ആർ ഫോംഡ് ബൈ ഇറോഷൻ and stalactite, stalagmite and limestone pillars are formed by deposition. Bora caves near Visakhapatnam in Andhra Pradesh is an example for limestone cave. Next our topic, that is which are the landform created by sea wave. കടൽ തിരമാലകൾ നിർമ്മിക്കുന്ന ഭൂരൂപങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സീ ക്ലിഫ്? എന്താണ് സീ ക്ലിഫ് എന്ന് പറഞ്ഞാൽ? The steep hillock facing the sea are called sea cliff. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ എന്ന് പറഞ്ഞാൽ. These steep structures are formed by the crumbling of the sea facing slope due to wave erosion. എന്ന് വെച്ചാലേ ഈ തിരമാലകളുടെ ഇറോഷൻ്റെ ഫലമായി
കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞിട്ടാണ് ഇത്തരം രൂപം ഉണ്ടാവുന്നത്. എക്സാമ്പിൾ വർക്കല ബീച്ച് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് സ്റ്റാഗ്സ്. എന്താണ് സ്റ്റാഗ്സ് എന്ന് പറഞ്ഞാൽ? ദ സ്ട്രോങ് ബ്ലാസ്റ്റ് ഓഫ് സീ വേവ് ഓൺ ദ റോക്കി കോസ്റ്റ് കോസസ് ദി വിയറിംഗ് ഡൗൺ ഓഫ് റോക്ക്. തിരമാലകൾ കടൽ തീരത്തുള്ള പാറക്കെട്ടുകളിൽ ശക്തമായിട്ട് അടിക്കുന്നത് അവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നതിന് കാരണമാകും. ആസ് എ റിസൾട്ട് ഓഫ് സച്ച് എബ്രേഷൻ ബൈ വേവ്, ഐസൊലേറ്റഡ് റോക്ക് പില്ലേഴ്സ് ആർ ഫോംഡ് ഫ്രം കോസ്റ്റൽ റോക്ക്. ഇങ്ങനെ തിരമാലകളുടെ അബ്രേഷൻ കാരണം കടൽ തീര പാറക്കെട്ടുകൾ ഒറ്റപ്പെട്ട തൂണുകളായി കാണപ്പെടുന്നു. എന്ന് വെച്ചാൽ ശക്തി കുറഞ്ഞതെല്ലാം അടർന്നു പോവുകയാണ്. അങ്ങനെ സച്ച് പില്ലർ ലൈക്ക് റോക്ക് സ്റ്റാൻഡിങ് അപ്രൈറ്റ് എലോങ് ദ കോസ്റ്റൽ ലൈൻ ആർ കോൾഡ് സ്റ്റാഗ്സ്. നമുക്ക് ഇങ്ങനെ പഠിക്കാം: പില്ലർ ലൈക്ക് റോക്ക് സ്റ്റാൻഡിങ് അപ്രൈറ്റ് എലോങ് ദ കോസ്റ്റൽ ലൈൻ ആർ കോൾഡ് സ്റ്റാഗ്സ്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ ദി കോസ്റ്റ് ഓഫ് തലശ്ശേരി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. ബീച്ചസ് ആണ്. ബീച്ചസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡെപ്പോസിഷൻ ബൈ വേവ്സ്. ബീച്ചസ് ആർ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം എലോങ് ദ കോസ്റ്റൽ ലൈൻ ഫോംഡ് വിത്ത് സാൻഡ്, ഗ്രേവൽ എക്സെട്ര. എന്ന് വെച്ചാൽ ബീച്ച് ഡെപ്പോസിഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. സ്റ്റാഗ്സും സീ ക്ലിഫും ഇറോഷൻ, സീ വേവ് ഇറോഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഭൂരൂപങ്ങളാണ്. എലോങ് ദ സാൻഡി സ്ട്രെച്ചസ്, ദാറ്റ് ഈസ് അവർ ടോപ്പിക്. ഡെസേർട്ടിൽ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിങ്ങളോട് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് എ ഡെസേർട്ട്? ഒരു ഡെസേർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? യു നോ ദാറ്റ് ഹൈ ടെമ്പറേച്ചർ, റെയിൻഫോൾ ഈസ് ലെസ് എക്സെട്ര. ഇനി ഇവിടെ ഉണ്ടാവുന്ന ലാൻഡ് ഫോമിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ: വാട്ട് ഈസ് ഡിഫ്ലേഷൻ? The strong whirlwind carry away the dry desert sand from one place to another. This process of wind erosion is called deflation. നിങ്ങൾക്കറിയാലോ, മരുഭൂമിയിൽ നല്ല ശക്തമായ കാറ്റുണ്ടാവുമെന്ന്. ഈ കാറ്റ് മരുഭൂമിയിലുള്ള വരണ്ട മണ്ണിനെ ഇളക്കിയിട്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് ഡിഫ്ലേഷൻ. ഹൗ ദ മഷ്റൂം റോക്സ് ആർ ഫോംഡ്. കൂൺശിലയാണ് നമ്മൾ പഠിക്കാൻ പോണത്. As a result of the continued erosion caused by sand and other rock particles carried by strong wind, rock in desert get worn down. ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പാറകളിൽ അല്ലെങ്കിൽ ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. ദിസ് പ്രോസസ് ഓഫ് വിൻഡ് ഇറോഷൻ ഈസ് കോൾഡ് എബ്രേഷൻ. കാറ്റിൻ്റെ ഈ അപരദന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് അപഘർഷണം. ഇത്തരം പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ട ഒരു ശിലയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. സച്ച് റോക്ക് സീൻ ഇൻ ഡെസേർട്ട് റിസംബ്ലിംഗ് മഷ്റൂംസ് ആർ കോൾഡ് മഷ്റൂം റോക്ക്. കൂണിൻ്റെ ആകൃതിയിലുള്ള ഇത്തരം ശിലകളെയാണ് നമ്മൾ മഷ്റൂം റോക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാലേ വി റിയലൈസ് ദറ്റ് വിൻ ക്യാരി എ ലോട്ട് ഓഫ് സാൻഡ് പാർട്ടിക്കിൾ. ദറ്റ് സാൻഡ് പാർട്ടിക്കിൾ മേ ബി റബ്ബ് ഓൺ ദ ടോപ്പ് ഓഫ് ദറ്റ് റോക്ക് ആസ് ലൈക്ക് എ സാൻഡ് പേപ്പർ. The soft part of the rock may be eroded and the hard part only existed there. That type of rocks are converted the shape of mushroom. These type of rocks are known as mushroom rocks. Sand dune is our topic. നമ്മൾ നേരത്തെ കണ്ടതാണ് ഡിഫ്ലേഷൻ. വിൻ ക്യാരി എ ലോട്ട് ഓഫ് സാൻഡ് പാർട്ടിക്കിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ദറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഡിഫ്ലേഷൻ. അപ്പോൾ ഇവിടെ സാൻഡ് ഡ്യൂൺ എന്ന് പറഞ്ഞാൽ ദ സാൻഡ് ഡ്യൂൺസ് ഫോംഡ് ഇൻ ദ ഡെസേർട്ട് ആർ ആസ് എ റിസൾട്ട് ഓഫ് ഡെപ്പോസിഷൻ ബൈ വിൻഡ്. ആ വിൻഡ് കൊണ്ടുപോകുന്ന മണൽത്തരികൾ ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന മണൽ കൂനകളാണ് സാൻഡ് ഡ്യൂൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബർക്കൻസ്. The sand dunes commonly formed in crescent shapes are called barkans. ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണുന്ന സാൻഡ് ഡ്യൂണിനെ പറയുന്ന പേരാണ് ബർക്കൻസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഓൺ ദി സ്നോ മൗണ്ടെയിൻ. The snow-covered mountain extended over vast area and have kilometer thick massive ice sheet. വർഷങ്ങൾ നീണ്ട മഞ്ഞുവീഴ്ചയിലൂടെയാണ് ഈ മഞ്ഞ് പാടങ്ങൾ ഉണ്ടാവുക. അനേകം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററോളം കനവും അത്യധികം ഭാരവുമുള്ള ഭീമാകാരമായ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന ഇടങ്ങളിൽ നിന്ന് സാവധാനം താഴ്വാരങ്ങളിലേക്ക് നീങ്ങാണ്. ദി സ്ലോലി ക്രോൾ ഡൗൺ ഫ്രം ദ റീജിയൻ ഓഫ് ദെയർ ഫോർമേഷൻ. സച്ച് സ്ലോ മൂവിംഗ് മാസ് ഓഫ് ഐസ് ഈസ് കോൾഡ് ഗ്ലേഷ്യർ.
ഇത്തരം ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഗ്ലേഷ്യർ. Sand and other rock particles are also carried down by this moving mass of ice. ഈ മഞ്ഞുപാളികൾ നീങ്ങുമ്പം അവിടെയുള്ള പാറ കഷ്ണങ്ങളും മണ്ണും മറ്റു പദാർത്ഥങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നീങ്ങുകയാണ്. The rock particles spiked to the bottom of these glacier rub against and polish the surface over which they move. This causes the formation of various glacial erosional landform. ഈ മഞ്ഞുപാളിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറ കഷ്ണങ്ങൾ അവ സഞ്ചരിക്കുന്ന പ്രതലങ്ങളിലൊക്കെ ഉരസിയിട്ട് മിനുസപ്പെടുത്തുകയാണ്. ഇത് വിവിധ തരത്തിലുള്ള ഹിമാനീയ അപരദന ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയാണ്. Glacial landforms are generally confined to the high mountain range and the poles. ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായിട്ടും ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവങ്ങളിലുമാണ് കാണപ്പെടുന്നത്. വൺ ക്വസ്റ്റ്യൻ വെയിറ്റിംഗ് ഫോർ യു. വാട്ട് ഈസ് സിർക്ക്? എന്താണ് സിർക്കുകൾ എന്ന് പറഞ്ഞാൽ? നോക്കാം എന്താണ് സിർക്കുകൾ എന്ന്. ആം ചെയർ ലൈക്ക് വാലീസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലേഷ്യൽ ഇറോഷൻ ആർ കോൾഡ് സിർക്ക്. ആം ചെയർ എന്ന് പറഞ്ഞാൽ ചാരു കസേരയുടെ രൂപത്തിലുള്ള, നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 4.25 എന്ന് പറയുന്ന ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറോഷൻ കാരണം, ഗ്ലേഷ്യൽ ഇറോഷൻ കാരണം ഒരു പ്രദേശത്തിന് എങ്ങനെയാണ് രൂപമാറ്റം സംഭവിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു ചാരു കസേരയുടെ രൂപത്തിലുണ്ടാവുന്ന താഴ്വരകളെയാണ് നമ്മൾ സിർക്ക് എന്ന് പറയുന്നത്. ആം ചെയർ ലൈക്ക് വാലീസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലേഷ്യൽ ഇറോഷൻ ആർ കോൾഡ് സിർക്ക്. നെക്സ്റ്റ് യു ഷേപ്ഡ് വാലി ആണ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ദ ഇറോഷൻ കോസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഓഫ് ഗ്ലേഷ്യേഴ്സ് എലോങ് ദ വാലി കാർവ് ഔട്ട് സ്റ്റീപ്പ് സൈഡഡ് ആൻഡ് ഫ്ലാറ്റ് ബോട്ടംഡ് യു ഷേപ്ഡ് വാലി. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പം ഇറോഷൻ കാരണം നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുമുള്ള യു രൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നു. വാട്ട് ഈസ് മൊറൈൻസ്? നോക്കാം. The sediments carried down by the glaciers will be deposited in various parts of the valley. These depositional features by glaciers are called moraines. നമ്മൾ കണ്ടല്ലോ ഈ ഗ്ലേഷ്യേഴ്സ് ഒരുപാട് സെഡിമെൻസിനെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഈ സെഡിമെൻസ് എവിടെയെങ്കിലും നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ. അപ്പോൾ നമ്മൾ പഠിച്ച സിർക്കും യു ഷേപ്ഡ് വാലിയും ഇറോഷൻ എക്സാമ്പിൾ ആണെങ്കിൽ മൊറൈൻസ് എക്സാമ്പിൾ ഫോർ ഗ്ലേഷ്യൽ deposition. One figure is there in your textbook. Identify the various part of the valley in which moraines are formed. ആ വാലിയുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് മൊറൈനുകൾ ഉണ്ടാവുക? ഒന്ന് അലോങ് ദ സൈഡ്സ് ഓഫ് ദ വാലി, നെക്സ്റ്റ് മിഡിൽ പാർട്ട് ഓഫ് ദറ്റ് വാലി, ദെൻ എൻഡ് ഓഫ് ദറ്റ് വാലി. എവിടെയൊക്കെയാണ് മൊറൈൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ദെൻ ആഫ്റ്റർ ദറ്റ് കംപ്ലീറ്റ് ദ ഗിവൺ വർക്ക്ഷീറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, പിക്ചർ നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ഫിഗർ ദാറ്റ് ഈസ് സീ ക്ലിഫ്. നെയിം ഓഫ് ദ ലാൻഡ് ഫോം ഓൾറെഡി വി റിയലൈസ് ദാറ്റ് ഈസ് സീ ക്ലിഫ്. ഏജ് ആൻഡ് സീ വേവ്. പ്രോസസ് ദാറ്റ് ഈസ് ഇറോഷൻ. The elevated regions are leveled down by erosion and low-lying region are filled by deposition. ഇറോഷൻ്റെ ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഡെപ്പോസിഷൻ്റെ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുന്നു. ഈ നിരപ്പാക്കപ്പെടുന്നതിന് ഡീഗ്രഡേഷൻ എന്നും നികത്തപ്പെടുന്നതിന് എഗ്രഡേഷൻ എന്നും പറയുന്നു. The process together are generally called gradation as both level the surface of the earth. ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്നതിനാൽ ഇവയെ പൊതുവെ പറയുന്ന പേരാണ് ഗ്രഡേഷൻ പ്രോസസ് എന്ന് വെച്ചാൽ നിരപ്പാക്കൽ പ്രക്രിയ. നമ്മൾ ഫിഗർ 4.29 ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു ചോദ്യം കാത്തിരിക്കുന്നുണ്ട്. The role of human activity in bringing changes to Earth's surface. മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഭൗമോപരിതലത്തിന് രൂപമാറ്റം വരുത്തുന്നത്? One point is there in your textbook. Reclamation of agricultural land. Then agricultural land നികത്തുന്നത്. Deforestation, destruction of hills, then mining. കഴിഞ്ഞ വർഷം നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. We have a lot of responsibility. Let us conserve our surroundings for future. നമ്മുടെ ചുറ്റുപാടുകൾ നാളേക്കായിട്ട് നമുക്ക് സംരക്ഷിക്കാം. ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ് ആർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. പ്രൊട്ടക്ട് ദം. കുന്നും മലകളും ശുദ്ധജല ഉറവകളാണ്, അവ സംരക്ഷിക്കണം.
ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ 4th ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്, മൈ ഡിയർ സ്റ്റുഡൻസ്.